ബർസീസ ഒരു ദിനം മദ്യപിച്ചത് കൊണ്ട് ഗുണപാഠം എത്ര പഠിക്കുവാൻ നമുക്കുണ്ട്. 220 വർഷമായി തെറ്റൊന്നും ചെയ്യാത്ത ജീവിതം തന്നെയായിരുന്നെന്നും. തനിക്കുള്ള ശിഷ്യഗണങ്ങളിൽ തന്നധികവും ശ്രേഷ്ഠതകളുള്ളവരായിരുന്നു മഹത്വവും. ബർസീസയും അവഗാഢ ധ്യാനമിലായി, അംലാക്കുകൾ പോലും തഅജ്ജുബിലായി. ഇബ്ലീസിനിത് കണ്ടേറ്റവും ഹസദായി, ബർസീസയെ തരം താഴ്ത്തണം എന്നായി. ഒരു ഭക്തനെ പോലെ അഭിനയിച്ച് ഇബ്ലീസ് കടന്നാശ്രമത്തിൽ ഒരു ദിനം ഖന്നാസ് ചോദിച്ചു ബർസീസ ഉടൻ അവനോട്, ആരാണ് നിങ്ങൾ എന്ന് ആദരവോടെ. ഒരു ആബിദ ഞാൻ വന്നതോ താങ്കൾക്ക് തുണ ചെയ്യുവാൻ വേണ്ടിയിട്ടുമാ തഖ്വാക്ക്. അവനോട് ബർസീസ പറഞ്ഞതിന് ഒക്കെയും റബ്ബിൻ്റെ തുണമതി, വേണ്ട മറ്റൊരു വ്യക്തിയും. ഒരു 3 ദിവസം രാപ്പകൽ ഉറങ്ങാതെ ഇബ്ലീസിൽ നിന്ന് ഇബാദത്തായി തളരാതെ. ഇതിനിടയിലായി അവനില്ല കുടിയും തീറ്റയും, അതു കാരണം ബർസീസിനുളവായി ചിന്തയും. ഞാൻ നീണ്ട കാലം കൊണ്ടു ചെയ്താരാധന, എന്നിട്ട് പോലും സാധ്യമല്ലീ വർജന. ഖന്നാസുടൻ പറയുന്നതായി അവനോട്, വൻതെറ്റരൊണ്ണം ചെയ്തു ഞാൻ റബ്ബോട്. ഓർക്കുന്ന സമയത്തൊക്കെയും കുടി വേണ്ട, അതുപോലുറക്കം ഊണുമേ എനിക്കില്ല. അത് കേട്ട് ബർസീസക്കതിൽ അതിമോഹമായി, ഒരു തെറ്റ് ചെയ്ത് ഈ ഗ്രേഡിലെത്താൻ ദാഹമായി. ഉടൻ തന്നെ ബർസീസക്ക് ഇബ്ലീസ് അന്ന് ഈ പദവി കിട്ടാൻ നൽകി മാർഗം ഒന്ന്. താനീ മഠത്തിൽ നിന്ന് വെളിയിലിറങ്ങണം, ഒരു തെറ്റ് ചെയ്തതിൽ പിന്നെ തൗബ ചെയ്യണം. കാരുണ്യവാനും കരുണ ചെയ്യും സോദര, ത്വാഅത്തിനെല്ലാം മധുരമാ ത്യജിക്കാം ഇരാ. എന്നാൽ ഹബീബേ ദോഷമേതാ വേണ്ടത്, വ്യഭിചാരമാണതിനേറ്റവും തരപ്പെട്ടത്. അത് നീചമാണ് ചെയ്തവൻ ഇരുനിന്ദ്യനാ, അതുകൊണ്ടെനിക്കതു സാധ്യമല്ല വന്ധ്യന. എന്നാൽ ഒരാളെ കൊല്ലണം അതു തന്ന, അതും സാധ്യമല്ല ദോഷവും ഉരം തന്ന. എന്നാൽ സുഹൃത്തെ കള്ളുകുടി തൽക്കാലം, അതുകൊണ്ട് ലക്ഷ്യമിലെത്തിടാം അക്കാലം. ഇവ മൂന്നിലേറ്റം ചെറിയ പാപം മദ്യമാ എന്നോർത്ത് ചോദിച്ചതിന് എന്തൊരു മാർഗമാ. ഉടൻ തന്നെ ശൈത്താൻ ദൂരെയുള്ളൊരു ഷാപ്പ് കാട്ടിക്കൊടുത്തും കൊണ്ടടിച്ചന്നാപ്പ്. ഉരാൻ പ്രയാസം ഉള്ളവൻ ആ പാണിത്, പാപം അതെന്നറിഞ്ഞില്ല പിന്നീടാണത്. ബർസീസമെല്ലാം നടന്നു ഷാപ്പിൽ ചെന്ന്, സൗന്ദര്യവതി ഒരു പെണ്ണ് കള്ളൊഴിക്കുന്നേ.